السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ കഹ്ഫിൽ 26 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ പഠിച്ചത്. 27ഉം 28ഉം ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. 26 വരെയുള്ള ഈ ഭാഗങ്ങളിൽ അൽ കഹ്ഫുകാരുടെ ചരിത്രമായിരുന്നു വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി വിഷയം മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അൽ കഹ്ഫുകാരുടെ ഗുഹാവാസികളുടെ സംഭവം കഴിഞ്ഞ 26ാമത്തെ ആയത്തോടുകൂടെ അവസാനിച്ചു. ഇനി മറ്റു ചില വിഷയങ്ങളിലേക്കാണ് ആയത്തുകൾ മുന്നോട്ട് പോകുന്നത്. വത്ലു മാ ഊഹിയ ഇലൈക, വത്ലു നീ പാരായണം ചെയ്ത് കേൾപ്പിക്കുക. വത്ലു തലാ യത്ലു തിലാവത്ത് നമുക്ക് പരിചയമുള്ളതാണ്. തിലാവത്ത് തല പാരായണം ചെയ്തു, യത്ലു തിലാവത്ത് ഒക്കെ നമ്മൾക്ക് പരിചയമുള്ള വേർഡുകളാണ്. അതിൻ്റെ ഓർഡർ അംർ ആണ് വത്ലു ഉത്ലു. അതിനോട് വാവ് ചേർന്നപ്പോൾ വത്ലു എന്നായി. വത്ലു നീ പാരായണം ചെയ്യുക, പാരായണം ചെയ്ത് കേൾപ്പിക്കുക. അതല്ലെങ്കിൽ തല എന്നുള്ളതിന് ഇത്തബഅ എന്നും കൂടെ അർത്ഥമുണ്ട്. അതായത് പിന്തുടരുക എന്നുമായി. രണ്ടും ഇവിടെ യോജിക്കും, രണ്ടും ഉദ്ദേശവുമാണ്. വത്ലു മാ ഊഹിയ ഇലൈക, എന്താണ് പാരായണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനെയാണ് പിന്തുടരേണ്ടത്? മാ ഊഹിയ ഇലൈക, താങ്കളിലേക്ക് വഹിയായി നൽകപ്പെട്ടത്. ഊഹിയ വഹി നൽകപ്പെട്ടു, ബോധനം നൽകപ്പെട്ടു. ഔഹ ബോധനം നൽകി, അതിൻ്റെ മജ്ഹൂല് ആയ ക്രിയയാണ് ഊഹിയ, ബോധനം നൽകപ്പെട്ടു. ഇലൈക താങ്കളിലേക്ക്, മിൻ കിതാബി റബ്ബിക, നിന്റെ റബ്ബിന്റെ കിതാബിൽ നിന്ന് താങ്കളിലേക്ക് വഹിയായി നൽകപ്പെട്ടതിനെ താങ്കൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുക, അതല്ലെങ്കിൽ അതിനെ പിന്തുടരുക. ഒക്കെ അറിയാവുന്ന വേർഡുകൾ തന്നെയാണ്. ലാ മുബദ്ദില, മാറ്റം വരുത്തുന്നവനില്ല. മുബദ്ദിൽ മാറ്റം വരുത്തുന്നവൻ. ബദ്ദല ബദലാക്കി, മാറ്റം വരുത്തി. ബദ്ദല അതിന്റെ മുദാരിയാണ് യുബദ്ദിലു. മാറ്റം വരുത്തുന്ന ആൾക്ക് മുബദ്ദിൽ എന്ന് പറയും. ലാ മുബദ്ദില ലികലിമാതിഹി, അല്ലാഹുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്തുന്നവനില്ല. ലാ മുബദ്ദില ലി കലിമാതിഹി,
അവൻ്റെ കെലിമാത്തുകൾക്ക്, വാചകങ്ങൾക്ക് മാറ്റം വരുത്തുന്നവൻ ഇല്ല, ഒരാളുമില്ല. വലൻ തജിദ, നിനക്ക് കണ്ടെത്താനുമാവില്ല. വലൻ തജിദ, നീ കണ്ടെത്തുകയുമില്ല. വജദ, കണ്ടെത്തി. അതിന്റെ മുളാരിയാണ് യജിദു. അത് നീ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ തജിദു എന്നാവും. വലൻ തജിദ, നീ കണ്ടെത്തുകയുമില്ല. മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമേ, അള്ളാഹുവിനെ കൂടാതെ നിനക്ക് കണ്ടെത്താനാവില്ല. മുൽതഹദൻ, മുൽതഹദ് എന്ന് പറഞ്ഞാൽ മൽജ എന്നൊക്കെ അറബിയിൽ പറയാവുന്ന ഒരു വേർഡാണത്. അഭയകേന്ദ്രം, അവലംബം, രക്ഷാകേന്ദ്രം എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന പദമാണ് മുൽതഹദ്. അപ്പൊ ഇതിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ആശയം? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്, വത്ലു, നീ പാരായണം ചെയ്യുക. എന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമല്ല ബാധകം, എല്ലാവർക്കും, നബിക്കും ബാധകമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്ത്? അള്ളാഹു അവന്റെ കിതാബിൽ നിന്ന് നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളതിനെ നീ പാരായണം ചെയ്യുക. മാ ഉഹിയ ഇലൈക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുവൽ ഖുർആൻ, അള്ളാഹിന്റെ ഖുർആനാണ്. അപ്പൊ ഖുർആനിൽ നിന്ന് താങ്കൾക്ക്, നിന്റെ റബ്ബിന്റെ കിതാബിൽ നിന്ന് താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടതെന്തോ അതിനെ താങ്കൾ പാരായണം ചെയ്യുക. വിശുദ്ധ ഖുർആൻ നമുക്ക് 2 ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ഒന്ന്, അത് തെറ്റുകൂടാതെ സാവകാശം പാരായണം ചെയ്യണം. നബിതങ്ങളോടുള്ള കൽപ്പന കൂടിയാണത്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആനിനെ നീ പാരായണം ചെയ്യുക. എങ്ങനെ? തർത്തീലൻ, തർത്തീലായി, അഥവാ സാവകാശം നിർത്തി പാരായണം ചെയ്യുക. അങ്ങനെയാണ് ഖുർആൻ ഓതേണ്ട ഒരു രീതി. അങ്ങനെയാണ്, ധൃതി പിടിച്ച് പെട്ടെന്ന് അങ്ങനെ ചെയ്യരുത് എന്നാണ്. അപ്പോഴേ അതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് തർത്തീലിൻ്റെ പ്രത്യേകത. നിയമങ്ങൾ പാലിച്ച് തെറ്റുകൾ വരാതെ സാവകാശം പാരായണം ചെയ്യുക, അതിനാണ് തർത്തീൽ. വറത്തിലിൽ ഖുർആന തർത്തീല. പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട്. അതിൻ്റെ ലഫ്ള് പാരായണം ചെയ്യുക എന്നുള്ളതും ഇതിൽ ഉൾപ്പെടുന്നു. അഥവാ തിലാവത്തുൽ ലഫ്ളിയ, അതുപോലെ തന്നെ തിലാവത്തുൽ അമലിയ. അമലിയായിട്ട്, അഥവാ അതിനെ പ്രായോഗിക ജീവിതത്തിൽ അതിനെ പിന്തുടരുക എന്നുള്ളതിനും തിലാവത്ത് എന്ന് പറയും. അതിൻ്റെ ലഫ്ളുകൾ പാരായണം ചെയ്യുക എന്നുള്ളതിനും എന്തു പറയും? തിലാവത്ത് എന്ന് പറയും. നേരത്തെ പറഞ്ഞു തലാ യത്ലു, തിലാവത്ത്, അത് പാരായണം ചെയ്യുക. അതിൻ്റെ ലഫ്ള് പാരായണം ചെയ്യൽ മാത്രമല്ല, ജീവിതത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കുക എന്നുകൂടി യത്ലു, തല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശമുണ്ട്. അങ്ങനെ പാരായണം ചെയ്യുകയും അതിനെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നവരാരോ വലിയ മഹത്വമാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് ഫാത്തിറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ കിതാബിനെ പാരായണം ചെയ്യുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്നവർ. വാസ്തവത്തിൽ അള്ളാഹിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യേണ്ട മുറ എന്ന് പറയുന്നത് അതാണ്. ഹഖ്ഖ തിലാവത്തിഹി എന്നാണ്. തിലാവത്തിന്റെ മുറ എന്ന് പറയുന്നത്, അതിൻ്റെ ശരിക്കും നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു എന്ന് പറയണമെങ്കിൽ ഖുർആൻ തെറ്റുകീടാതെ പാരായണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിൽ പറഞ്ഞ അഹ്കാമുകളെ, വിധിവിലക്കുകളെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക കൂടി ചെയ്തെങ്കിലേ നമ്മൾ വിശുദ്ധ ഖുർആനിനെ തിലാവത്ത് ചെയ്തു എന്ന് യഥാർത്ഥത്തിൽ പറയുകയുള്ളൂ. അത് നമ്മളെ മനസ്സിലെപ്പോഴും വേണം. ഖുർആൻ എന്നുള്ളത് കേവലം പാരായണത്തിനുള്ളതല്ല. ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ കേവലം ഓതി ബർക്കത്ത് നേടാനുള്ളതാണോ? അല്ല, അത് അമല് ചെയ്യാനുള്ളതാണ്, അത് ചിന്തിക്കാനുള്ളതാണ്, അതിൻ്റെ അർത്ഥം പഠിക്കാനുള്ളതാണ്, ആശയം ഗ്രഹിക്കാനുള്ളതാണ്, ജീവിതത്തിൽ നമ്മുടെ ദിശാബോധം നിർണയിക്കുവാനുള്ള ഗൈഡാണത്. ഇന്നഹാദൽ ഖുർആന,
തീർച്ചയായും ഈ ഖുർആൻ യഹ്ദീ, അത് വഴി കാണിക്കുന്നു, ലില്ലത്തീ ഹിയ അഖ്വം, ഏറ്റവും ബെസ്റ്റായ, ഏറ്റവും നേരെ സ്ട്രൈറ്റ് ആയ വഴിയിലേക്ക്. ഇനി അതിനേക്കാണൊരു നല്ല വഴി ആർക്കും പറഞ്ഞു തരാൻ കഴിയില്ല. ആ വഴിയിലേക്കാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്? മനുഷ്യർക്ക് വഴി കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പാരായണം ചെയ്യുക, ഒരു ദിവസവും നമുക്ക് ഒഴിവുണ്ടാകാൻ പാടില്ല. എന്നും നമ്മൾ ഖുർആൻ ഓതണം. അതൊരു രീതിയായി നമ്മൾ സ്വീകരിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് വിശുദ്ധ ഖുർആൻ മിനിമം ഒരു ജുസ് എങ്കിലും, ഇനി അതിനും സാധ്യമായില്ലെങ്കിൽ അര ജുസിലൊന്നും കമ്മിയാക്കി നമ്മൾ പാരായണം ചെയ്യരുത്. അതിനൊക്കെ ഏറി വന്നാൽ എത്ര മിനിറ്റാ വരികയാണ് നമ്മൾ കണക്കാക്കണം. ഒരു 10-40 മിനിറ്റ് ഉണ്ടായാൽ ഒരു ജുസ് പൂർത്തിയാക്കാൻ പറ്റും. നമുക്ക് ഒരു കഷ്ടം പാരായണം ചെയ്യാൻ നമുക്ക് 4 മിനിറ്റാണ് മാക്സിമം. നല്ല പാരായണമാണെങ്കിൽ വരിക, ഒരു കഷ്ടം പാരായണം ചെയ്യാൻ. അങ്ങനെ 10 കഷ്ടമാകുമ്പോൾ 40 മിനിറ്റ്, അങ്ങനെയാണ് ഞാൻ കൂട്ടി പറഞ്ഞത്. ഒരു 20 മിനിറ്റ് നമുക്ക് 24 മണിക്കൂറിൽ നമുക്ക് കിട്ടൂല എന്നുണ്ടോ? ആർക്കും ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. കാരണം അള്ളാഹു പറയുന്നത് എന്താണ്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, പിന്നെ നിസ്കരിക്കുക, അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക. അവർക്കൊക്കെ അള്ളാഹ് നൽകുന്ന ഓഫർ എന്താ? യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത ബിസിനസ്സിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഏത് ബിസിനസ്സിനും നഷ്ടവും ലാഭവും പ്രതീക്ഷിക്കുക, ഇത് ലാഭം മാത്രമാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അതിൽ നിന്ന് മുഖം തിരിക്കുന്നത്? അതുകൊണ്ട് സമയമില്ല എന്ന് നമ്മൾ ആരും പറയരുത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ലോകത്തെല്ലാവർക്കും 24 മണിക്കൂറാണ് തരുന്നത്. അതിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് നമ്മൾ പല ഘട്ടങ്ങളിലാക്കിയിട്ട് നീക്കി വെച്ചാൽ, പല ആളുകളും നമുക്ക് നിർദ്ദേശങ്ങളായിട്ട് പറയുമ്പോൾ പറയും 5 നേരത്തെ നിസ്കാരങ്ങളിൽ നിങ്ങൾ ഈ 2 കഷ്ണം ഓതിയാൽ മതി. അപ്പൊ 10 കഷ്ണമായി. 5 നേരം നിസ്കരിക്കുന്നില്ലേ എപ്പോഴെങ്കിലും ആയിട്ട്? അപ്പൊ എന്തായിരുന്നാലും അത് നമ്മൾ കൃത്യമായിട്ട്, അള്ളാന്റെ റസൂലിനോടാണ് കൽപ്പന, വത്തുലു, നീ പാരായണം ചെയ്യുക. അത് നബിതങ്ങളോട് മാത്രമുള്ള കൽപ്പനയല്ല, എല്ലാവർക്കും ഉള്ള കൽപ്പനയാണ്. മാ ഊഹിയ ഇലൈക, എന്തിനെ? താങ്കളിലേക്ക് വഹിയായി നൽകപ്പെട്ടതിനെ. മിൻ കിതാബി റബ്ബിക, നിന്റെ യജമാനായ റബ്ബിന്റെ കിതാബിൽ നിന്ന് താങ്കൾക്ക് ബോധനം നൽകപ്പെട്ടതെന്തോ അതിനെ നീ പാരായണം ചെയ്യുക. ഒരർത്ഥം, അതിനെ നീ പിന്തുടരുക. പാരായണം ചെയ്യാൻ മാത്രമല്ല, ഖുർആൻ കേവലം പാരായണത്തിനുള്ളതല്ല, അത് പ്രവർത്തിക്കാനും കൂടി ഉള്ളതാണ്. അതാണ് ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഇങ്ങനെ നബിതങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ അല്ലാഹു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ ആയത്തിലും ഇതേപോലൊരു പ്രയോഗം കാണാൻ സാധിക്കും. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടതിനെ താങ്കൾ പാരായണം ചെയ്യുക. വാഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക. അൻകബൂത്തിൽ അത് കാണാൻ സാധിക്കും. ഇനി സൂറത്തുൻ നംലിലെ 92-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 91-92 ഇന്നമാ ഉമിർത്തു, തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിന്? അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഈ രാജ്യത്തിന്റെ റബ്ബിനെ മാത്രം ആരാധിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞിട്ട് പിന്നെ അതിനോട് ചേർത്തുകൊണ്ട് പറയണ ഉമിർത്തു അൻ അകൂന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനായിരിക്കണം എന്നും എന്നോട് നിർബന്ധമായും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുന്ന ഒരു മുസ്ലിം ആയിരിക്കണം ഞാൻ. മൂന്നാമത്തൊരു നോക്കൂ, വ അൻ അത്ലുവൽ ഖുർആന, ഖുർആൻ ഞാൻ പാരായണം ചെയ്ത് അതിനെ പിന്തുടരണമെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ അൻആമിലെ 106-ാമത്തെ ആയത്തിൽ കാണാം, ഇത്തബിഉ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണില്ലേ? തല എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് ഇത്തബഅ, ഒന്ന് ഖറഅ, പാരായണം ചെയ്തു. ഇനി ഖുർആനിനെ ഒരു ആയത്തിനെ മറ്റൊരായത്ത് കൊണ്ട് വ്യാഖ്യാനിക്കും. ഇവിടെ കൃത്യമായിട്ട് അല്ലാഹ് പ്രയോഗിച്ച പദം തന്നെ അതാണ്. ഇത്തബിഉ, നീ പിൻപറ്റുക. മാ ഊഹിയ ഇലൈക, മാ ഊഹിയ ഇലൈക മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിച്ച് കിട്ടിയതിനെ നീ പിൻപറ്റുക എന്ന് തന്നെ സൂറത്തുൽ അൻആമിലെ 106-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നോക്കൂ നിങ്ങൾ, സൂറത്തു സുഖ്റുഫ് 43-ാമത്തെ ആയത്തിൽ കുറച്ചും കൂടെ ഗൗരവത്തിലുള്ള സ്വരമാണ്. ഫസ്തംസിക്, ഫസ്തംസിക് എന്ന് പറഞ്ഞാൽ മുറുക്ക് പിടിച്ചോളണം എന്നാണ്.
ഇസ്തംസക, നീ മുറുകി പിടിക്കുക. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക. കണ്ടോ, താങ്കൾക്ക് വഹയായി നൽകപ്പെട്ട ഈ ഖുർആനിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. സൂറത്തു സുഹ്റുഫിലെ 43-ാമത്തെ ആയത്ത്. ഇങ്ങനെ നമ്മൾ അങ്ങ് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് സ്ഥലത്ത് ഇതിനുള്ള കൽപ്പനകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ സമൂഹത്തിനും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞ ഓരോ ഹിസ്ബ് വേണം. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യം ചെയ്യാവുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദിക്റാണ്, അഫ്ളൽ ദിക്റാണ് ഇത് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ ഡെയിലി നമ്മൾ പാരായണം ചെയ്യണം. അത് ഏതെങ്കിലും ഒരു സമയത്തായിട്ട് നമുക്കൊരു ദിവസത്തിൽ നമ്മളൊരു ജുസ് അല്ലെങ്കിൽ അര ജുസ് എങ്കിലും, അപ്പൊ 2 മാസം കൊണ്ട് ഒരു ഖത്തം തീരും. 2 ജുസ് അര ജുസ് ആവുമ്പോൾ, ഒരു ജുസ് ആവുമ്പോൾ 1 മാസം കൊണ്ട് തീരും. അത് നമ്മളൊരു കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചിട്ട് ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പായിട്ട് അന്നത്തെ ആ അജണ്ട പൂർത്തിയാക്കിയിരിക്കണം. അങ്ങനെ ഒരു നിയമം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓതിയിരിക്കും. അപ്പൊ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് സമയം ഉണ്ടായില്ല, ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അന്നത്തെ ആ കോട്ട പൂർത്തിയാക്കിയിട്ട് ഉറങ്ങാൻ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഖബറ്, നമ്മുടെ മഹ്ശറ്, നമ്മുടെ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയാകുന്ന തുടക്കമാകുന്ന മരണം, മൗത്ത്, ഇതിലൊക്കെ വലിയ സമാധാനം ഉണ്ടാവും. കാരണം റബ്ബാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളെ മനസ്സിന്റെ ആശ്വാസം ഈ ഗ്രന്ഥത്തിലൂടെയാണ്, ഇതിലൂടെയാണ്, ദിക്റുള്ളയിലൂടെയാണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാന്റെ കലാമ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഒരു വീഴ്ചയും വരുത്തരുത്. 12 റക്അത്ത് കൃത്യമായി സുന്നത്തിൽ കണിശത പാലിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലൊരു വീട് എന്ന് അള്ളാന്റെ ഓഫറാണ്. അള്ളാന്റെ റസൂലാണ് നമുക്ക് അറിയിച്ചു തന്നത്. ആ 12ന്റെ പുറമെ വേറെയും ളുഹയും മറ്റും പലതായ നിസ്കാരങ്ങളുണ്ട്. പക്ഷെ റവാത്തിബായി കൊണ്ട് 12 റക്അത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലേ, സ്വർഗമുണ്ട് എന്നാ പറയും. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വേണം. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാന്റെ കിതാബിനെ നമ്മൾ പാരായണം ചെയ്യുക, അതിനെ പിന്തുടരുക. വിശുദ്ധ ഖുർആനിന്റെ അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്താ ഈ ഇത്തരം സദസ്സുകൾക്ക് ഇത്ര വലിയ പ്രത്യേകത? എന്താ? അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യുക, അത് വിശദീകരിക്കുക. അങ്ങനെയുള്ള സദസ്സുകളിൽ മലായിക്കത്തുകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നു. റബ്ബിന്റെ പ്രത്യേകമായ റഹ്മത്ത് അവിടെ ഇറങ്ങുന്നു, റബ്ബിന്റെ പ്രത്യേകമായ കാരുണ്യം അവിടെ വർഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം വേദികളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്തണം. നമുക്കൊരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടാകും ഇവിടെ വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ. എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശാരീരികമായും മാനസികമായും ഒക്കെ അല്ലാത്ത ആളുകൾ ലോകത്തുണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത്തരം വേദികളിലൊക്കെ വന്നിരിക്കുമ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ 1 മണിക്കൂറിൻ്റെ അകത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹിനോട് പറയാൻ നമ്മളൊക്കെ സമയം കണ്ടെത്തണം. ഇടയ്ക്ക് ദുആ ചെയ്യാം. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ കാര്യങ്ങൾ. അതൊക്കെ ഇത്തരം വേദികളിൽ വെച്ച് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രത്യേക ഇജാബത്ത് ഉണ്ടാവും. കാരണം ഇത് മലായിക്കത്തുകൾ പൊതിയുന്ന ഖശിയത്തുഹുമുർ റഹ്മ നസലത്ത് ഫീഹിമുൽ റഹ്മ, സക്കീന, ശാന്തി ഇറങ്ങുന്നത്, സമാധാനം ഇറങ്ങുന്നത് എന്നൊക്കെ പറയുന്ന സദസ്സുകളാണ്. അപ്പൊ അതൊക്കെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലാസ്സിന് വരാതിരിക്കരുത്. നിങ്ങൾ ക്ലാസ്സിന് വന്ന് നിങ്ങൾ ദുആ ചെയ്തോളൂ, നിങ്ങൾ ടെൻഷൻ പോയിട്ടുണ്ടാവും. യാതൊരു സംശയവും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഓഫറല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയുണ്ടോ, പ്രയാസമുണ്ടോ, നേരെ മറിച്ച് നിങ്ങൾ ക്ലാസ്സുകളിൽ നിന്ന് പിറകോട്ട് പോയി നോക്കൂ, ശൈത്താനാണ് കൊണ്ടുപോകും. ഇനി തിരിച്ചു വരാൻ കഴിയില്ല. ഒരു ക്ലാസ് നഷ്ടപ്പെട്ട ശൈത്താൻ പറയാം അതിന്റെ തുടർച്ച പോയി, ഇനിയിപ്പോൾ അത് വേണ്ടാന്ന്. അങ്ങനെ പിന്നീട് ഒഴിവാകും. അങ്ങനെ എത്രയോ ആളുകൾ ഒഴിവായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവരുത്. അള്ളാന്റെ കലാമ് പാരായണം ചെയ്യുന്ന സദസ്സിന് വലിയ ബറക്കത്തുണ്ട്, വലിയ ബറക്കത്ത്. നമ്മളാരുടെയും ബറക്കത്തല്ല, നമ്മൾ പാരായണം ചെയ്യുന്ന വചനങ്ങളുടെ ഇവിടെ നമ്മൾ കാണാത്തവരായ മലായിക്കത്തുകളുടെ സാന്നിധ്യമൊക്കെയുണ്ട്. റഹ്മത്തിന്റെ മലായിക്കത്തുകളാണ്. അപ്പൊ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ദുന്യവിയും മുഹറവിയുമായ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളതിങ്ങനെ മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുക. ഈ സദസ്സ് അതിന് ഏറ്റവും ഇജാബത്ത് കിട്ടും, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആദ്യമായി വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക. രണ്ടാമതായി അള്ളാഹു പറയുന്നത് ലാ മുബദ്ദില ലികലിമാതിഹി, അള്ളാഹുവിന്റെ കലിമാത്തുകൾക്ക് മാറ്റം വരുത്തുന്ന ഒരാളുമില്ല. റബ്ബിന്റെ കലിമത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ അന്ന് പറഞ്ഞിരുന്നു, മുഹമ്മദേ ഈ ഖുർആൻ ഒന്ന് ചേഞ്ച് ചെയ്യ്, ഇനി വേറെന്തെങ്കിലും ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കും.
ഈ ഖുർആൻ അല്ലാത്ത വേറൊരു ഖുർആൻ കൊണ്ടുപോകും. ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ തന്നെ ആയിക്കോട്ടെ, ഇനിയൊന്ന് ആകെ മൊത്തം ഒന്ന് അലകും പിടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചേഞ്ച് വരുത്ത്. അല്ലാഹു തആല പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? റസൂലുള്ളാഹിനോട് പറയാൻ കൽപ്പിച്ചു എന്ത്? എനിക്ക് ഇത് മാറ്റം വരുത്താനത് എൻ്റെ ഞാൻ പറയുന്ന വാചകങ്ങളൊന്നുമല്ല, ഇതെൻ്റെ റബ്ബിൻ്റെ കലാമാണ്. അതിൽ ഒരു ചേഞ്ചും വരുത്താൻ ലാ മുബദ്ദില ലികലിമാതിഹി, അല്ലാഹുവിന്റെ കലിമാത്തുകൾക്ക് മാറ്റം വരുത്തുവാൻ ഒരാൾക്കും പറ്റൂല. ഇബ്നു കസീർ റഹിമഹുല്ലാ ലാ മുബദ്ദില എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം 3 വേർഡുകൾ പ്രയോഗിച്ചു. ലാ മുബദ്ദില, ലാ മുഗയ്യിറ, വലാ മുഹർരിഫ, വലാ മുഅവ്വില. കണ്ടോ? മുബദ്ദില എന്നുള്ളതിന് അർത്ഥം കൊടുത്ത എന്തൊക്കെയാണ്? ലാ മുഗയ്യിറ, ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ എനിക്ക് പറ്റൂല, ഒരാൾക്കും പറ്റൂല. വലാ മുഹർരിഫ, അതിൽ അക്ഷരഭേദം വരുത്താൻ ഒരാൾക്കും പറ്റൂല, അക്ഷരം മാറ്റുക. വലാ മുഅവ്വില, അല്ലാഹു ഉദ്ദേശിക്കാത്ത ആശയങ്ങളിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നവനും വേറൊരാളും ഇല്ല. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനവും ഇതിന്റെ അർത്ഥവും ഇതിന്റെ എല്ലാ ആശയവും ഇതൊക്കെ അള്ളാഹ് പഠിപ്പിച്ചതിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. തോന്നിയിട്ട് തോന്നിയ അർത്ഥം പറയാ, തോന്നിയത് വിശദീകരിക്കുക. ഇന്ന് ലോകം അങ്ങനെയാണ്. അള്ളാഹിന്റെ കലാമ് പാരായണം ചെയ്യുക, എന്നിട്ട് ശിർക്കിന് തെളിവ് പറയാ. അള്ളാഹ് ഖുർആൻ ഇറക്കിയത് തന്നെ തൗഹീദ് പഠിപ്പിക്കാനാണ്. എന്നിട്ട് അള്ളാഹിന്റെ ഖുർആനിൽ നിന്ന് തോതിയിട്ട് ശിർക്കിന് തെളിവ് കണ്ടെത്തുക. എങ്ങനെ ഉണ്ടാകും? ഇതാണ് ലോകത്തുനിന്ന് ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് പറയണ്, അള്ളാഹിന്റെ റസൂലിനോട് പറയണ്, ലാ മുബദ്ദില ലികലിമാതിഹി, അള്ളാഹുവിന്റെ കലിമാത്തുകൾക്ക് മാറ്റം വരുത്തുന്ന ഒരാളുമില്ല. അതൊരാൾക്കും പറ്റൂല, ഒരാളെ കൊണ്ടും അതിന് സാധ്യല്ല. അള്ളാഹുവിന് മാറ്റം വരുത്താം. അള്ളാഹ് ചിലപ്പോൾ ഒരായത്ത് ചിലപ്പോൾ അതിന്റെ നിയമം മാറ്റിയിട്ട് ചിലപ്പോൾ വേറൊരായത്താക്കും. അത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൻ നഹ്ലിൽ 101-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈദാ ബദ്ദൽനാ ആയതൻ മകാന ആയതിൻ വല്ലാഹു അഅലമു ബിമാ യുനസ്സിലു. ഇത്ര വ്യക്തമാണ്. അല്ലാഹു തആല പറയാണ്, വൈദാ ബദ്ദൽനാ ആയതൻ മകാന ആയതിൻ, ഒരായത്തിന്റെ സ്ഥാനത്ത് ഇനി വേറൊരായത്തിന് പകരം കൊണ്ടുവരണോ, അത് അള്ളാഹുവാണ് അറിയുന്നവൻ. ഏതാണ് മാറ്റേണ്ടത്, ഏതാണ് തിരുത്തേണ്ടത് എന്നൊക്കെ അള്ളയാണ്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ വമിസ്ലിഹാ സൂറത്തുൽ ബഖറയിലും അള്ളാഹു പറയുന്നു. നാം ഏതെങ്കിലും ഒരായത്തിന്റെ വിധി ദുർബലപ്പെടുത്തുകയോ ഏതെങ്കിലും മാറ്റുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നാം അതിനേക്കാൾ ഉത്തമമായതിനെ നാം എന്ത് ചെയ്യും? കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹ്ക്കേ പറ്റുള്ളൂ. മാ ഉബദ്ദിലഹു മിൻ തിൽഖായി നഫ്സീന്ന് അള്ളാന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിൽ ഒരു ചേഞ്ച് വരുത്താനും എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ അത് റബ്ബിന് മാത്രമാണ് അതിന് അധികാരം. അതാണ് വലാ മുബദ്ദില ലി കലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ. വലൻ തജിദ, നിനക്ക് കണ്ടെത്താനുമാവില്ല, മിൻ ദൂനിഹി, അവനെ കൂടാതെ, മുൽതഹദൻ. മുൽതഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മൽജ, ഒരു രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അഭയകേന്ദ്രവും ഇല്ല. അള്ളാഹിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതെയും അത് പിന്തുടരാതെയും അതിൽ വല്ല ചേഞ്ചും വരുത്തുകയോ ഒക്കെ ചെയ്താൽ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഒരു അഭയകേന്ദ്രം ഉണ്ടാവില്ല. അള്ളാഹിന്റെ റസൂൽ ചേഞ്ച് വരുത്തും എന്നൊരു ധ്വനിയൊന്നും അതിലില്ല. നബി അള്ളാഹുടെ കൽപ്പനയ്ക്ക് എതിര് ചെയ്യുമെന്ന ധ്വനിയില്ല. ഇത് ലോകത്തോട് പറയണം, അള്ളാഹിന്റെ കിതാബിന്റെ പിടുത്തം വിട്ടിട്ട് എനിക്ക് വേറുള്ളത് മതി, എനിക്കതൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്കതിൻ്റെ ഒന്നും അതിനോടൊന്നും താല്പര്യമില്ല, എനിക്കതിനൊന്നും ടൈമില്ല എന്നും പറഞ്ഞ് വേറെ വഴിയിലേക്കാണ് തിരിഞ്ഞാൽ റഹ്മാനായ റബ്ബിന്റെ ഒരു പിടുത്തുണ്ടാവും. ആ പിടുത്തത്തിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ, എവിടേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു കേന്ദ്രവും നിനക്ക് കണ്ടെത്താൻ ആവില്ല. അത് അള്ളാഹിന്റെ റസൂലിനോട് പറയും പോലെ പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് അങ്ങനെ ഒന്നും സംഭവിക്കൂല. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ ആയത്തിൽ പറഞ്ഞ ആശയങ്ങളും എൻ്റെ ജീവിതമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതിലെ ആശയം വളരെ കൃത്യമാണ്. ഇനി തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വസ്ബിർ നഫ്സക مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن
ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. വസ്ബിർ നഫ്സക, നിന്റെ ദേഹത്തെ, നിന്റെ മനസ്സിനെ നീ ക്ഷമയോടെ കെട്ടിയിടുക, നിലനിർത്തുക. സബറ എന്ന് പറഞ്ഞാൽ സഹിച്ചു, നല്ല ക്ഷമയോടെ പിടിച്ചു നിർത്തുക. നഫ്സക്ക, നിന്റെ മനസ്സ് എന്ന് പറയാ, നിന്റെ ദേഹം എന്ന് പറയാ. അപ്പൊ നിന്റെ ദേഹത്തെ, നിന്റെ മനസ്സിനെയൊക്കെ നീ പിടിച്ചു നിർത്തിക്കോ. ആരുടെ കൂടെ? സബറ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? സഹിച്ചു, അല്ലെ? സബർ നമ്മൾ പ്രയോഗിക്കുന്ന പദമാണ്. വസ്ബിർ, നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ദേഹത്തെ നീ ക്ഷമയോടെ പിടിച്ചു നിർത്തുക എന്നർത്ഥം. ആരോടൊപ്പം? മഅല്ലദീന, ഒരു കൂട്ടരുടെ ഒപ്പം. അവരാരാണ്? യദ്ഊന റബ്ബഹും, അവർ അവരുടെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. തങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നിന്റെ മനസ്സിനെ നീ ബന്ധിച്ച് നിലനിർത്തുക. എപ്പോഴൊക്കെ അവര് പ്രാർത്ഥിക്കുന്നുണ്ട്? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി, പ്രഭാതത്തിലും, വൽ അശിയ്യി, പ്രദോഷത്തിലും. ഗദാത്ത് ബുഖറ, അശിയ്യ് അസീൽ. പ്രഭാതത്തിലും പ്രദോഷത്തിലും, സബാഹിലും മസായിലും, രാവിലെയും വൈകുന്നേരവും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ കൂടെയാണ് നിന്റെ മനസ്സിനെ നീ ക്ഷമയോടെ പിടിച്ചു വെക്കേണ്ടത്. യുരീദൂന വജ്ഹഹു, ആ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കും, ദിക്റുകൾ ചൊല്ലും, എല്ലാം അവർ ചെയ്യുന്നത് ആരുടെയെങ്കിലും പേര് കിട്ടാനല്ല. യുരീദൂന, അവരുദ്ദേശിക്കുന്നു, വജ്ഹഹു, റബ്ബിന്റെ മുഖമാണ് അവരുദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ തങ്ങളുടെ യജമാനനായ റബ്ബിനോട് വളരെ വിനീതരായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നിന്റെ മനസ്സിനെ നീ ബന്ധിച്ച് നിലനിർത്തുക. അപ്പൊ വസ്ബിർ നഫ്സക, നിന്റെ ദേഹത്തെ നീ നല്ല ക്ഷമയോടെ പിടിച്ചു നിർത്തുക. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുവഹിദുകളായ ആളുകളുടെ കൂടെയായിരിക്കണം നിന്റെ മനസ്സ്. അവര് ബിൽ ഗദാത്തി വൽ അശിയ്യി, രാവിലെയും വൈകുന്നേരവും, അഥവാ സദാസമയം രാവിലെയും വൈകുന്നേരം ഒക്കെ അവര് അള്ളാഹിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. യുരീദൂന വജ്ഹഹു, അവന്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ അതിൽ സുബഹിയും അസറും നിസ്കാരം പെടും, അതുപോലെ തന്നെ 5 നേരത്തെ നിസ്കാരം പെടും, ദിക്റുകൾ പെടും, ദുആകൾ പെടും, തസ്ബീഹുകൾ പെടും, തഹ്ലീലുകൾ പെടും, അല്ലാഹു അക്ബർ പെടും, അൽഹംദുലില്ലാ പെടും, സ്വലാത്ത്, എല്ലാം അതിൽ ഉൾക്കൊള്ളും. ഇങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചും ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. നിത്യജീവിതത്തിൽ രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവർ ദിക്റുകൾ ചൊല്ലാനുള്ളതൊക്കെ മുടക്കം കൂടാതെ ഡെയിലി ചൊല്ലും. ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കും, സ്വലാത്തുകൾ കുറേ ചൊല്ലും. അങ്ങനെ ദിക്റുകൾ, തസ്ബീഹുകൾ, ഇതിലൊക്കെ നല്ല നിഷ്ഠ പാലിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ടാകും. അവരുടെ കൂടെ നിന്റെ മനസ്സിനെ നീ എന്ത് ചെയ്യണം? ബന്ധിക്കണം. ഇത് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിൽ തന്നെ വേറെയും സ്ഥലങ്ങളിൽ ഇതേ സമാനമായ ആശയം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലൊക്കെ എപ്പോഴും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊക്കെ പാവങ്ങളായിരുന്നു. പ്രവാചക സദസ്സുകളിലൊക്കെ എപ്പോഴും നിറഞ്ഞിരിക്കുക പാവങ്ങളാണ്, വളരെ പാവങ്ങൾ. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു, ബിലാലുൽ ഹബ്ശി റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അതേപോലെയുള്ള പാവങ്ങളായ ഒരുപാട് ആളുകൾ. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ അവരൊക്കെ ധാരാളമായിട്ട് സദാസമയത്തുണ്ടാകും. അപ്പൊ ഈ ഖുറൈശി മുശ്രിക്കുകൾക്ക്, പ്രമാണിമാരായ ആളുകൾക്ക് ഇതൊന്നും കാണുമ്പോൾ തീരെ സഹിക്കുന്നില്ല. അവർ പറഞ്ഞു, മുഹമ്മദേ, നീ ഓതുന്ന ഖുർആൻ ഞങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ സദസ്സിലുണ്ട് ഈ വളരെ താഴ്ന്ന കുറെ ആൾക്കാർ. അവര് ഞങ്ങളായിട്ട് അങ്ങോട്ട് മാച്ച് ഒക്കൂല. അവർ പാവങ്ങളാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ വലിയ ആളുകളാണ്, സമ്പന്നരാണ്, വലിയ പ്രതാപമുള്ളവരാണ്.
പണക്കാരാണ്, പ്രൗഢിയുള്ളവരാണ്, പ്രമാണിമാരാണ്. ഞങ്ങൾക്കൊക്കെ നിന്റെ ക്ലാസ്സിൽ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഇങ്ങനെ എപ്പോഴും ചടഞ്ഞു കൂടിയിട്ട് കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. കറുകറുത്ത ബിലാല് 5 വയസ്സൊക്കെ കൊള്ളൂല, സുഹൈബുർ റൂമി, അമ്മാർ ബിൻ യാസിർ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അവിടുന്ന് ആട്ടി പറഞ്ഞേക്ക്. എന്നാ ഞങ്ങൾ വന്നിരുന്ന് നീ പറയുന്നതൊക്കെ കാതു കൊടുക്കാൻ. ഇതാ റസൂലുള്ളാന്റെ ഖുർആൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ ജാഹിലുകളുടെ കണ്ടീഷൻ അതാണ്. ഇവരൊക്കെ ആട്ടി പറഞ്ഞയക്കണം. എന്നാ ഞങ്ങൾ വരാം. കാരണം അവരൊന്നും ഇരിക്കുമ്പോ എന്താണ് ഈ തരം താഴ്ന്ന ആൾക്കാരൊക്കെ ഇടയിൽ അവർക്ക് കെടൊപ്പിച്ച് നമ്മളും ഇരിക്കേ, നമുക്ക് കെടൊപ്പിച്ചിട്ട് ഈ താഴ്ന്ന മനുഷ്യൻ വന്നിരിക്കേ, അവരെ കൂടെക്കൊരു വേദി പങ്കിടാന്ന് ഞങ്ങൾക്ക് മോശമുണ്ട്. അതുകൊണ്ട് നിന്റെ ക്ലാസ്സും നിന്റെ ഖുർആൻ പാരായണവും പഠനമൊക്കെ ഞങ്ങൾ കേട്ടോളാം. പക്ഷെ നിന്റെ സദസ്സിൽ വരുന്ന ഇത്തരം ആളുകളെയൊക്കെ നീ അവരോട് ഇനി വരരുതെന്ന് പറയണം. ഞങ്ങളുള്ളപ്പോൾ അവരിയ്ക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, മനുഷ്യന്റെ ഒരു അഹങ്കാരവും കിബറും അവരാട്ടി പറഞ്ഞയക്കണം എന്നാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്തുൽ അൻആമിൽ അതിന് മറുപടി പറയുന്നത്. ഇത് ഈ ഒരു സമൂഹത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നില്ല. എല്ലാ പ്രവാചകന്മാരും, മിക്ക പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ഉദാഹരണം നൂഹ് നബി അലൈഹിസ്സലാം ആണല്ലോ അവ്വലു റുസുലായിട്ട് എണ്ണപ്പെടുന്നത്. ആ പ്രവാചകനോട് വരെ അന്നത്തെ ജനങ്ങൾ പറഞ്ഞു, നീ എന്ത് ചെയ്യണം, ഇവിടുന്ന് ആൾക്കാരെ കാട്ടി പറഞ്ഞയക്കണം. എന്നാ ഞങ്ങൾ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കായിലുണ്ടായിരുന്ന പ്രമാണിമാരും അത് തന്നെ പറഞ്ഞു. എന്ത്, നീ അവരെയൊക്കെ ആട്ടി പറഞ്ഞയച്ചാൽ ഞങ്ങൾ നിന്റെ സദസ്സിൽ വന്ന് ഇരിക്കാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും മിൻ വലാ തത്റുദ്, നീ ആട്ടി പറഞ്ഞേക്കരുത്. വലാ തത്റുദ്, നീ ആട്ടിപ്പറഞ്ഞേക്കരുത്. ആരെ? അല്ലദീന യദ്ഊന റബ്ബഹും, തങ്ങളുടെ യജമാനനായ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളായ പാവങ്ങളില്ലേ, അവരെ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിന്റെ സദസ്സിൽ നിന്ന് ആട്ടിപ്പറഞ്ഞേക്കരുത്. നിന്റെ അടുക്കൽ നിന്ന് നീ അവരെ ഒരിക്കലും ആട്ടിപ്പറഞ്ഞേക്കരുത്. എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ? യുരീദൂന വജ്ഹഹു, അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന നല്ല ഇഖ്ലാസുള്ള പാവങ്ങളായ ആൾക്കാരാണ്. അവരെ, ഈ ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നീ അവരെ എന്ത് ചെയ്യരുത്, സദസ്സിൽ നാട്ടിപ്പായിക്കരുത്. എന്നിട്ട് പറയണം, മാലൈക മിൻ ഹിസാബിഹിം മിൻ ശൈഇൻ, അവരുടെ കാര്യം വിചാരണ ചെയ്യാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തമില്ല. ആ പാവങ്ങളെ വിചാരണ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈഇൻ, താങ്കളുടെ വിചാരണ അവരെയും ഏൽപ്പിച്ചിട്ടില്ല. ഫതത്റുദഹും ഫതകൂന മിനൽ ളാലിമീൻ, താങ്കളെങ്ങാനും അവരെ ആട്ടിപ്പായിച്ചാൽ അക്രമികളിൽ താങ്കൾ പെട്ടുപോവുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അവരെ ആട്ടിപ്പായിക്കരുത്. സൂറത്തുൽ അൻആമിലെ 52-ാമത്തെ ആയത്ത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വകദാലിക ഫതന്നാ ബഅദഹും ബിബഅദിൻ ലിയഖൂലു, ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, ഇത് അള്ളാന്റെ ഒരു പരീക്ഷണമാണ്, ഇങ്ങനെ തോന്നുന്ന കുറെ ആളുകളുണ്ട്. കുറച്ച് സാമ്പത്തികമായി ഉയരുമ്പോഴേക്ക്, കുറച്ച് സ്വാധീനം സമൂഹത്തിൽ കിട്ടുമ്പോഴേക്ക് പാവങ്ങളുടെ നേരെ അവജ്ഞയോടെ നോക്കുന്ന ആളുകളുണ്ട്, പാവങ്ങളെ കണ്ടുകൂടാത്തവരുണ്ട്. ഞാനും ഇങ്ങനെയൊക്കെ ചെറുതായി വലുതായവനാണെന്ന ബോധ്യമില്ലാതെ വന്ന വഴി മറന്നുകൊണ്ട് ജീവിക്കുന്ന വലിയ അധികാരികളുണ്ട്, നകളിപ്പുകാരുണ്ട്. അല്ലാഹു പറയാണ്, വകദാലിക, അപ്രകാരം ഫതന്നാ ബഅദഹും ബിബഅദിൻ, ചിലരെ കൊണ്ട് നമ്മൾ പരീക്ഷിക്കുകയാണ്. ലിയഖൂലു, എന്നിട്ട് അവർ പറയും, അഹഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ, നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് അല്ലാഹ് ഇവർക്കാണോ അനുഗ്രഹം കൊടുത്തത് എന്ന് പറയും. ഈ മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് കിട്ടുന്ന സ്ഥാനവും മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന പദവിയൊക്കെ കണ്ടിട്ട് ഈ രൂപത്തിലുള്ള ആളുകൾ പറയും, ഇവരെയാണോ ഇപ്പൊ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നബിയോട് അല്ലാഹു തആല കൃത്യമായി തുടർന്നുള്ള വചനങ്ങളിലൊക്കെ ആ വിഷയം തന്നെ അല്ലാഹ് പറയണത്. നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ചുകൊണ്ട് ആര് നിന്റെ അടുക്കൽ വന്നോ, അത് പാവപ്പെട്ടവനാവട്ടെ, പണക്കാരനാവട്ടെ, പണിക്കാരനാവട്ടെ, രാജാവാകട്ടെ, പ്രജയാവട്ടെ, ആരാവട്ടെ, കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഫഖുൽ സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാന്തി ഉണ്ട് എന്ന് പറയണം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാന്തി ഉണ്ട് എന്ന് പറയണം.
കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, റഹ്മാനായ റബ്ബ് അവന്റെ നഫ്സിൽ കാരുണ്യത്തെയാണ് അവൻ എഴുതി വെച്ചിട്ടുള്ളത് എന്നിങ്ങനെ തുടർന്നുകൊണ്ട് അല്ലാഹു അൻആമിൽ ആ വിഷയം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാമിനോടും ജനങ്ങൾ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നൂഹ് നബിയും പറഞ്ഞു ജനങ്ങളോട്, വമാ അന ബിത്വാരിദിൽ മുഅ്മിനീൻ, ഞാൻ മുഅ്മിനീങ്ങളെ ആട്ടി പറഞ്ഞയക്കുന്നവനല്ല. നൂഹ് നബിയോട് ആളുകൾ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞങ്ങൾ നിന്റെ അടുക്കൽ വരൂല, നിന്നിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? അനുഅ്മിനു ലക വത്തബഅകൽ അർദലൂൻ ചോദിച്ചത്. ഞങ്ങൾ എങ്ങനെ മുഹമ്മദ് നൂഹെ നിന്നിൽ വിശ്വസിക്കുക? വത്തബഅകൽ അർദലൂൻ, വളരെ അധകൃതരായ മനുഷ്യന്മാരാ നിന്നെ പിന്നാലുള്ളത്. നിന്നെ പിൻപറ്റിയോലൊക്കെ ആരാണ്? സമൂഹത്തിൽ 5 കാശിന് കൊള്ളാത്തവരാണ് ഇവന്റെ ഉദ്ദേശം അനുസരിച്ച്. അങ്ങനത്തെ ആളുകളൊക്കെ നിന്റെ പിന്നാലെ വരുമ്പോ ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ പിന്തുടരുക? വമാ നറാക തബഅക, ഞങ്ങൾ കാണുന്നില്ല നിന്നെ. ഇത്തബഅക, നിന്നെ പിൻപറ്റുന്നത് ആര് മാത്രമാണ്? ഇല്ലൽ വമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബാദിയർ റഈ, ഒന്നും ആലോചിക്കാതെ നിന്റെ പിന്നാലെ കൂടിയ കുറെ ഞങ്ങളുടെ കൂട്ടത്തിലെ വളരെ താഴ്ന്നവര്, അവരെ മാത്രമേ നിന്റെ കൂടെ കാണുന്നുള്ളൂ. അവരുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഏതായാലും പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോടും അതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. നൂഹ് നബിയും കൊടുത്ത മറുപടി തന്നെയാണ്, ഞാൻ അവരെ ആട്ടി പറഞ്ഞയക്കൂല. കാരണം അവരൊക്കെ വലിയ വലിയ രൂപത്തിൽ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരെ ഞാൻ എങ്ങനെ ആട്ടി പറഞ്ഞയക്കാനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരിക്കൽ അള്ളാന്റെ റസൂല് അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല, നമുക്ക് എപ്പോഴും കേട്ട് പരിചയമല്ലേ അബസ വതവല്ല അധ്യായം ഇറങ്ങാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതലാളിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, വലിയ പൗരപ്രമുഖന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2 കണ്ണും കാണാത്ത മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു സദസ്സിലേക്ക് കയറി വന്നിട്ട് റസൂലുള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം മഹാനവറുകൾക്ക് അറിയാനുണ്ട് നബിതങ്ങളിൽ നിന്ന്. അള്ളാന്റെ റസൂലിനോട് ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പൊ ആ സംശയം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബ്ദുള്ള എപ്പോഴും എൻ്റെ അടുത്തുള്ള ആളല്ലേ, അത്രേ ചിന്തിച്ചുള്ളൂ. അബ്ദുള്ള എന്നറിയണ എന്റെ സദസ്സിൽ എപ്പോഴും ഉള്ള സഹാബിയല്ലേ, ഇനിയും പറഞ്ഞു കൊടുക്കാലോ. ഈ വലിയ ഈ പ്രമാണിമാരൊക്കെ എപ്പോഴേ കിട്ടുള്ളൂ, അവരൊക്കെ എപ്പോ കിട്ടുന്ന നേരത്ത് ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്ന ഒരു സതുദ്ദേശം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചു. ഇദ്ദേഹത്തെ ഒരല്പമൊന്ന് അവഗണിച്ചു എന്ന് തോന്നുന്ന നിലക്ക് അവിടെ സംഭവിച്ചു. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ ആയത്ത്, അബസ വതവല്ല, മുഖം ചുളിച്ചു കളഞ്ഞുവല്ലേ, പിന്തിരിഞ്ഞുവല്ലേ, അൻജാഅഹുൽ അഅ്മ, ആ കണ്ണ് കാണാത്ത അബ്ദുള്ള വന്നപ്പോ നീ മുഖം ചുളിച്ചുവോ, ഒന്ന് പിന്തിരിഞ്ഞു കളഞ്ഞുവോ? ആലോചിച്ചു നോക്കിയത്. ആ മനുഷ്യൻ പഠിക്കാനാ വന്നത്, വളരെ ആത്മാർത്ഥതയോടുകൂടെ വന്നത്. നിന്റെ അടുക്കൽ നിൽക്കുന്ന ഈ ആളുകൾക്ക് കോരി കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് ധിക്കാരാ ഉള്ളത്. അവരെ മനസ്സല്ല ഈ വന്ന മനുഷ്യന്, ദേഹത്തെ അല്ലേ പരിഗണിക്കേണ്ടിയിരുന്നത് എന്ന സ്വരത്തിൽ അല്ലാഹു തആല ആയത്തിറക്കി. ഇവിടെ പാവങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ ധാരാളം ഉണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും കാണാം. എപ്പോഴും സത്യത്തിലേക്ക് ആദ്യമായി ആകൃഷ്ടരാവുക സമൂഹത്തിലെ വരേണ്യവർഗമല്ല, പ്രമാണിമാരല്ല, പിന്നെ ആരായിരിക്കും? പാവങ്ങളായിരിക്കും. കാരണം അവർക്ക് വേറെ താല്പര്യവും ബേജാറും പേടിയൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകളെ ആട്ടിപ്പറഞ്ഞയച്ചാലേ ഞങ്ങൾ നിന്റെ സദസ്സിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണല്ലോ, വസ്ബിർ നഫ്സക, നിന്റെ മനസ്സിനെ നീ കെട്ടിയിട്ടോ, ശരിക്കും ബന്ധിച്ച് നിലനിർത്തിക്കോ. ആരോടൊപ്പം? മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസിന്റെ നിറകുടങ്ങളായി പ്രഭാത പ്രദോഷ വ്യത്യാസമില്ലാതെ യജമാനനായ റബ്ബിന് ദിക്റ് ചൊല്ലിയിട്ടും പ്രാർത്ഥിച്ചിട്ടുമൊക്കെ കഴിച്ചുകൂട്ടുന്ന മുഖ്ലിസീങ്ങളായ മോമിനീങ്ങൾ ഉണ്ടാകും. അവരോടൊപ്പം എൻ്റെ മനസ്സിനെ കെട്ടിയിടണം. നമ്മൾ ഇതിൽ നിന്ന് വേറൊരു പാഠവും കൂടി പഠിക്കണം. കൂട്ടുകെട്ട് എപ്പോഴും നല്ലവരോടൊപ്പമായിരിക്കണം. അതിലാണ് ബർക്കത്തുണ്ടാവുക. ചീത്തയാളുകളുമായി നമുക്ക് കൂട്ടുകെട്ടാവാം, സദുദ്ദേശം ഉദ്ദേശിച്ചിട്ട്. എന്തിന്? അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മഹാതമ്മാടികളായ ആളുകളായിട്ട് ഞാൻ മുണ്ടൂല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ?
പിന്നെ എങ്ങനെ നമ്മൾ അവർക്ക് ദഅവത്ത് കൊടുക്കുക? ഒരാൾ ദഅവത്ത് നടത്തണമെങ്കിൽ അയാളായിട്ട് ടച്ച് വേണ്ടേ? അതിനുള്ളൊരു ടച്ച് നിലനിർത്തുക. നേരെ മറിച്ച് ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകെട്ടും ബന്ധമൊക്കെ ആരോട് മാത്രമേ പാടുള്ളൂ? മുഅ്മിനീങ്ങളോട് മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെതോട് പകരും. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ തൻ്റെ ആത്മമിത്രത്തിന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോടാണ് ചങ്ങാത്തം കൂടുന്നത്, ആരുമായാണ് ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഏർപ്പെടുത്തുന്നത് എന്നുള്ളത് നന്നായി ആലോചിച്ചിട്ടേ അത് ചെയ്യാവൂ. അപ്പോ വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു. അവിടെ ഇഖ്ലാസിന്റെ പ്രത്യേകതയും ഈ ആയത്തിൽ വരുന്നുണ്ട്. നമ്മൾ ദുആ ചെയ്യുമ്പോഴും ദിക്ർ ചെയ്യുമ്പോഴും ഇബാദത്ത് എടുക്കുമ്പോഴൊക്കെ ആരുടെ വജ്ഹ ഉദ്ദേശിക്കണ്ടേ? അല്ലാഹുവിന്റെ. ജനങ്ങളുടെ അടുക്കലുള്ള പേരോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ ഒക്കെ ആയാൽ ഇബാദത്ത് വെള്ളത്തിലായി, അത് ബാത്തിലാകും. അതാണ് ആയത്തിന്റെ ആദ്യത്തെ പാർട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. തുടർന്നു കൊണ്ടുവരുന്ന ആശയങ്ങളിൽ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് തുടരാം. റഹ്മാനായ റബ്ബ് ഏറ്റവും ഉചിതമായ നിലക്ക് വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്ന, അതിനെ പഠിക്കുന്ന, അതിനെ പിന്തുടരുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. രോഗങ്ങളിൽ ശിഫ നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.